അതായത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല, എങ്ങനെയാണ് ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്, അത് ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെയോ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൊടുത്തതിൽ ചില വ്യക്തതക്കുറവുണ്ടായി, ചുമത്തിയ വകുപ്പുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള അഭിപ്രായം ഉയരുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ACGM കോടതി ടി ജി മോഹൻദാസിന് ജാമ്യം അനുവദിച്ച് പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ ഈ പോലീസ് വീഴ്ച പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഓരോ വീഴ്ചകളും കൃത്യമായി തന്നെ കോടതി മറ്റ് ചില വിധികൾ, കോടതികളുടെ വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ല എന്ന ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. മാത്രമല്ല, ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ നിർദ്ദേശത്തെ പോലീസ് അവഗണിച്ചു. അതുകൊണ്ട് തന്നെ ആ അറസ്റ്റിനെ നിയമ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അറസ്റ്റായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു കോൺഗ്രസ്സുകാരുടെ ഡയലോഗ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ടി ജി മോഹൻദാസിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പിണറായിയുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഇപ്പൊ ഭരിക്കുന്നത് സതീശനാണ്, ആഭ്യന്തരം നമ്മുടെ ചെന്നിത്തലയാണ് ഭരിക്കണേ, ആണുങ്ങൾ വന്നതിന്റെ വ്യത്യാസം കണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് 24 മണിക്കൂർ പോലും തികയുന്നതിന് മുന്നേ ഈ മനുഷ്യനെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടൊന്ന് കയറിയിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ അങ്ങേർക്ക് ജാമ്യം കൊടുത്തു വിട്ടു. ഇങ്ങനെ ജാമ്യം കൊടുത്തു വിടാനാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഡയലോഗ് അടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. ഇത് വളരെ ക്ലിയർ ആണ്. ആ എങ്കിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടി ജി മോഹൻദാസിന്റെ കാര്യത്തിൽ എന്താ ഈ ശുഷ്കാന്തി കാണിക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു നിവൃത്തിയില്ലാതെ വെറുതെ അങ്ങേരെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു പരിപാടി ഒപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ടി ജിയെ പോലെ ഒരാളിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെങ്കിൽ വിറയ്ക്കും. ഇതിപ്പോ ഖദറിന്റെ താഴെ കാക്കി കാണാതിരിക്കാനുള്ള ചെറിയ ചില സെറ്റപ്പുകൾ മാത്രമാണ് നടക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. BJP-കാരുടെയൊക്കെ ഇപ്പോഴത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അടുത്ത 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടക്കാൻ പോണെന്ന്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നടക്കാത്തത് മുഴുവൻ ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ നടത്തി കാണിച്ചു തരാന്നൊക്കെ സുരേന്ദ്രൻ വന്നിരുന്ന് പറയുന്നത് ഇപ്പൊ ഭരിക്കുന്ന ഈ ആഭ്യന്തരം ഭരിക്കുന്ന നമ്മുടെ ചെന്നിത്തലയുടെയും കേരളം ഭരിക്കുന്ന VD സതീശൻ സാറിന്റെയൊക്കെ ഗുണം കൊണ്ടാണ്.